Hello everyone, welcome back to my channel. So today it's around almost 12 o'clock. So at 12 I have to drop lunch for my daughter at her daycare. So I'll go there, I'll drop off her lunch, and then I have some work to do. So I'm thinking, should I sit at home and do it, or should I go somewhere else and do it? Because I don't know if you have the same problem. I have this issue. If I sit at home, like if it's like something that needs to be done urgently, ലൈക്ക് അതിപ്പോൾ ചെയ്ത് തീർത്തേ പറ്റൂ എന്നുള്ള എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഞാൻ പിന്നെ ചെയ്യും, വീട്ടിലിരുന്നാണെങ്കിലും ചെയ്യും. പക്ഷേ if I have some time in hand and I know that okay, this only needs to be done in a week, അങ്ങനെയാണെങ്കിൽ വീട്ടിലിരുന്നാൽ ഞാൻ ചെയ്യില്ല. ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് കണ്ടുപിടിക്കും, യൂട്യൂബിൽ വ്ളോഗ്സ് കണ്ടിങ്ങനെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യും, ഓക്കെ, ടു അവോയ്ഡ് ദാറ്റ്. അപ്പം ഇപ്പം എനിക്ക് ആക്ച്വലി ഇത് കുറച്ച് അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട പരിപാടിയാണ്. അതുകൊണ്ട് കുറേയൊക്കെ ഞാൻ രാവിലെ ചെയ്തു. അപ്പോൾ അവളെ ഡേ കെയറിലാക്കുന്നതുകൊണ്ട് എനിക്ക് ഉച്ച കഴിഞ്ഞ സമയം കിട്ടും. അല്ലെങ്കിൽ രാവിലെ മാത്രമേ എനിക്ക് സമയം കിട്ടുള്ളൂ. ആ രാവിലെ എന്ന് പറയുമ്പം ഡേ കെയർ അറിയാലോ, അല്ല നഴ്സറി എന്ന് പറയുമ്പോൾ ആകെ 3 hours ഉള്ളൂ. അത് കൊണ്ടുപോയി വിടുമ്പോഴത്തേക്കും തിരിച്ചു കൊണ്ടുവരാറാവും. അതുകൊണ്ട് ദാറ്റ്സ് പോയിൻറ്റ്ലെസ്. അധികം സമയമൊന്നും കിട്ടില്ല. നമുക്ക് വേഗം ചിന്തിച്ച് ചെയ്യേണ്ട പണിയായതുകൊണ്ട് നമുക്ക് സമയം പോരാതെ വരും. അപ്പോൾ ഉച്ചയ്ക്കും കൂടി കിട്ടുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി കുറേ കൂടി സമയം കിട്ടും, കുറച്ചും കൂടി പണി ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ യൂഷ്വലി ഇവിടെ അടുത്തിപ്പോൾ ഒരു കോസ്റ്റ കോഫി തുടങ്ങിയിട്ടുണ്ട്. അടുത്ത് കുറച്ചൊരു 5 minutes നടന്നു കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുണ്ട്. കോസ്റ്റ കോഫി, മെക്ഡോണൾഡ്സ്, പിസ്സ ഹട്ട്, എല്ലാ സാധനങ്ങളുണ്ട് അവിടെ. അപ്പം പിസ്സ ഹട്ടും മെക്ഡോണൾഡ്സൊന്നും എനിക്കിപ്പോൾ വേണ്ട. But coffee obviously I need. But Costa coffee ഉണ്ടല്ലോ, I feel like sometimes it's a little bit more expensive than others, just like മറ്റേ ഇതുപോലെ എന്താ പറയുക, സ്റ്റാർബക്സ് പോലെ. സോ എവറി ഡേ പോയിരുന്നു. ബട്ട് ദെൻ ഞാൻ ഇവിടുന്ന് ഓട്ടോ എടുത്ത് വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അതിലും ഞാൻ കോസ്റ്റ കോഫി പോയിരിക്കുന്നത്. ബട്ട് അത് ഇരിക്കാനുള്ള ഏരിയ നല്ലതാണ്. അതായത് ഇപ്പം മഴ പെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഗ്ലാസ്സിലൂടെ മഴ പെയ്യുന്നത് കാണാം. നമ്മളിങ്ങനെ പുറത്തിരിക്കുന്നൊരു ഫീൽ വരും, പക്ഷെ നമ്മൾ അകത്താണ്, മനസ്സിലായോ? സോ ഇറ്റ്സ് നൈസ് പ്ലേസ് ടു ബി അറ്റ്. അപ്പോൾ ഞാനിപ്പോൾ അവിടെ സ്ഥിരമായി പോകുന്നതുകൊണ്ട് അവിടെയുള്ള ആൾക്കും എന്നെ അറിയാം. അതുകൊണ്ട് ഇറ്റ്സ് എ പ്രിറ്റി കംഫർട്ടബിൾ പ്ലേസ്. സോ ഐ എം തിങ്കിങ് ഞാൻ അവിടെ പോയിട്ട് എൻ്റെ പണി തീർക്കാം ഇന്നത്തേക്കുള്ള. അപ്പോൾ എല്ലാ ദിവസവും ഞാനിങ്ങനെ ഡെഡ് ലൈൻ വെച്ചിരിക്കുക. ഇന്നത്തേക്ക് ഇത്രയും പണി തീർക്കണം, നാളത്തേക്ക് ഇത്രയും പണി, അങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ അപ്പോൾ ഒരു സർട്ടൻ ഡെഡ് ലൈനിനുള്ളിൽ ഞാൻ എല്ലാം തീർക്കും. അപ്പം ആക്ച്വലി ഞാൻ ആ ഒരു ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ അത് ബ്രേക്കായില്ല. അപ്പോൾ ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും. ബിക്കോസ് അത് തീർക്കേണ്ട പണിയാണല്ലോ, എനിക്ക് അധികം സമയമില്ല, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആദ്യം അപ്പം നമ്മൾ ലഞ്ച് പാക്ക് ചെയ്യണം. തമ്പൂൻ്റെ ഇപ്പം ഉച്ചയ്ക്ക് ഇപ്പോൾ രാവിലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവൾ സ്നാക്സ് കൊണ്ടുപോകും. അത് യൂഷ്വലി ഞാൻ ഫ്രൂട്ട്സ്, എന്തെങ്കിലും ഫ്രൂട്ട്സ്, ഇപ്പോൾ മാംഗോ സീസൺ ആയതുകൊണ്ട് മിക്ക ദിവസം മാംഗോസ് കൊടുത്തുവിടും. പിന്നെ ഇടയ്ക്ക് ബനാന, ആപ്പിളും ആഡ് ചെയ്യും, ബോറടിക്കാതിരിക്കാൻ. ഒരു സമയത്ത് ബ്ലൂബെറീസ് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ച ബ്ലൂബെറീസൊക്കെ തീരെ ഇഷ്ടമില്ല. അതിന് ഇത്തിരി പുളി കൂടുതലാണ്. അപ്പം അവളത് കഴിക്കുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ മാംഗോ, ബനാന, ആപ്പിൾ അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് വർക്ക് ചെയ്യുന്നുണ്ട്, അവൾ കഴിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഓപ്പോസിറ്റ് നടന്നു പോകാനുള്ള സ്ഥലമായതുകൊണ്ട് ഉച്ചയാകുമ്പോൾ എനിക്ക് ലഞ്ച് കൊണ്ടു കൊടുക്കാം. രാവിലെ പാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്പോൾ ചൂടോടെ എനിക്ക് കൊടുക്കാമല്ലോ. അപ്പം ഉച്ചയാകുമ്പം ലഞ്ച് കൊടുത്ത് അതും കഴിച്ചോളും. അവിടെ കളിച്ച് മറയുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടാവും. വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കഴിക്കില്ല. അവിടെ കളിക്കാനുള്ളൊരിത് ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട് അവളങ്ങ് ബാക്കിയുള്ള പിള്ളേർ കഴിക്കുന്ന കാണുമ്പോൾ അതിനനുസരിച്ച് അവളും കഴിച്ചോളും. അതുകൊണ്ട് മിക്ക ദിവസവും അവൾ ലഞ്ച് തീർത്തിട്ടാണ് വരുന്നത്. പിന്നെ വെള്ളം കുടിക്കും. ആദ്യത്തെ കുറച്ച് ദിവസം വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് ദാറ്റ്സ് ഓൾസോ ഡൺ. സോ ലെറ്റ്സ് ഗോ പാക്ക് ഹർ ലഞ്ച്. ആണ് തമ്പുൻ്റെ ലഞ്ച് ഇന്നത്തെ. ഞാൻ ചോറ് ഈ മോരൂട്ട ഭയങ്കര ഇഷ്ടമാക്കുക. അപ്പോൾ അതും ബീട്രൂട്ടും ഉള്ള ഫേവറേറ്റാണ്. അതെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അപ്പം അവൾക്ക് എടുത്ത് കഴിക്കാറ്. ഇതിൽ കരിവേപ്പിലൊക്കെ അവൾ മാറ്റി വയ്ക്കും. പിന്നെ അവളുടെ ഫേവറേറ്റ് സാധനം കുക്കുംബറാണ്. അപ്പോൾ അതും അതിനകത്തിടും. അപ്പോൾ അതും കൂടി ഇരുന്ന് കഴിച്ചോളും. ഷീൽ ബി ഹാപ്പി. പിന്നെ ഹാപ്പി അല്ലെങ്കിൽ വൈകുന്നേരം അവളൊന്ന് പറയും ഹാപ്പി. അപ്പോൾ നമ്മൾ നാളെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യും. അപ്പം ഇഷ്ടമുള്ള ഇപ്പോൾ ഇത് സ്പൈഡർമാൻ്റെ തന്നെ ഞാൻ എൽസയും ഡിസ്നി പ്രിൻസസും ഒക്കെ കാണിച്ചു കൊടുത്തു. അവൾക്ക് അതൊന്നും വേണ്ട, അവൾക്ക് സ്പൈഡർമാൻ മതി. അതുകൊണ്ട് ഇപ്പോൾ സ്പൈഡർമാൻ ലഞ്ച് ബോക്സ് ആണ്. ഇതിനു വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നത്. ഈ സ്പൈഡർമാൻ ലഞ്ച് ബോക്സ് ഉച്ചയ്ക്ക് കൊണ്ടിരുന്ന് കാണാനായി അവൾ വെയിറ്റ് ചെയ്യും.
ഇതാണ് ഇന്ന് ഞാൻ ഇടുന്നത്. ഭയങ്കര കംഫർട്ടബിളായിട്ട് നടക്കാൻ. ഞാൻ പറഞ്ഞില്ല, ഇവിടുന്ന് 5 മിനിറ്റേ ഉള്ളൂ. അപ്പം ഞാൻ ഹോംലെസ് ആയിട്ട് ഇരുന്നാലും അവർ എന്നെ അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, ഇങ്ങനെ പോകും. പിന്നെ അവിടെ ഞാൻ യൂഷ്വലി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ വലുതായി ഒരുങ്ങി കെട്ടിയൊന്നും പോകാറില്ല. ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകും. എന്തായാലും 4 മണി വരെ ഇരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും തിരിച്ചു വരും. സോ ഇറ്റ്സ് ജസ്റ്റ് ഫോർ ലൈക്ക് അറൗണ്ട് 3.5 hours and then I'll come back. അപ്പം ഇതാകുമ്പോൾ ഏറ്റവും കംഫർട്ടബിളാണ്, നടക്കാനും പറ്റും. ഇനിയിപ്പോൾ അതാവുമ്പോൾ മഴ പെയ്താലും ഇറ്റ്സ് ഫൈൻ. എയറിയാണ്, ബ്രീസിയാണ്. ഇപ്പം നൗ ഡേയ്സ് എനിക്ക് ഇങ്ങനത്തെ ലൂസ് ടോപ്സ് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ഐ വെരി കംഫർട്ടബിൾ. ഇതൊരു മോം തിങ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അവളുടെ പുറകെ ഓടാനും ഇങ്ങനത്തെ ലൂസ് ക്ലോത്ത്സ് ആണ് ഈസി. അപ്പം എനിക്കിങ്ങനെ കുറേ എനിക്കിഷ്ടമുള്ള ടൈപ്പ് ഓഫ് ഡ്രസ്സസ് കുറേ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസായിട്ട് ഞാൻ ഇടുന്നല്ലാതെ പുറത്ത് പോകുമ്പോൾ അതധികം ഇടാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടാറില്ല. കാരണം അങ്ങനത്തെ ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ ദോസ് ഡ്രസ്സസ് ആർ വെരി ലിമിറ്റിങ്. അതായത് ഇപ്പോൾ അവളുടെ പുറകെ ഓടാനോ അവൾ ഓടുമ്പോൾ അവളുടെ കൂടെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് അത്രയ്ക്ക് ഈസി അല്ല. അതുകൊണ്ട് ഞാൻ അത് ഇടാറില്ല. ചുമ്മാ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് എടുത്ത് അതേപോലെ എടുത്ത് വയ്ക്കും. ബാക്കി സമയം മുഴുവൻ ഇങ്ങനത്തെ ഡ്രസ്സ് ലൂസ് ക്ലോത്ത്സ് ആണ് ഇടുന്നത്. എൻ്റെ സ്കിന്നിന് എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഇവിടുത്തെ ക്ലൈമറ്റ് മാറിയപ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈ ആയി സ്കിൻ. ഇനിയിപ്പോൾ ഐ ഹാവ് ടു ഡു സംതിങ് അബൌട്ട് ദാറ്റ്. മോസ്റ്റ്ലി എൻ്റെ സ്കിന്നിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൽ ഏറ്റവും വലിയ തമാശ. കൂടി വന്ന കേർഡ് ഉപയോഗിക്കാം. കേർഡ് എവറി അതർ ഡേ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുരു വരും. പിന്നെ ഉള്ളത് സെറ്റാഫിലാണ്. സെറ്റാഫിൽ വിൻ്റർ ടൈമിൽ ഉപയോഗിക്കാൻ പറ്റും. സമ്മറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓയിലി ആവും. അപ്പോൾ കൂടുതൽ സ്കിൻ ഭയങ്കര ഡള്ളാവും എൻ്റെ. അതുകൊണ്ട് ഞാൻ സമ്മറിൽ അത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത്ര നാളെ അത് ഉപയോഗിച്ചില്ല. അതിന് പകരം ഞാൻ ജെല്ല് കണ്ടുപിടിച്ചു. പോൺസിൻ്റെ ഒരു ജെല്ലുണ്ട്, ദാറ്റ് വർക്ക്സ്. പക്ഷേ വിൻ്റർ ആകുമ്പം ഐ ഹാവ് ടു ഗോ ബാക്ക് ടു സെറ്റഫിൽ. സെറ്റഫിൽ മാത്രമേ വർക്ക് ചെയ്യൂ. ഈ ഡ്രൈനെസ് എല്ലാം കളയാൻ സെറ്റഫിലിനെ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ കുറച്ചും കൂടി സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ പോവുകയാണ്. ആദ്യം തമ്മുൻ്റെ ലഞ്ച് ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് കോസ്റ്റയിലേക്ക് പോവാം. സോ ഞാൻ കോസ്റ്റയിൽ പോയിരുന്നു. ഇന്ന് കോഫി കുടിക്കാൻ ഉദ്ദേശിച്ചെങ്കിലും ഞാൻ കോഫി വാങ്ങിച്ചില്ല. ഞാൻ ആക്ച്വലി ഐസ് ചോക്ലേറ്റ് വാങ്ങിച്ച് ഓട്ട് മിൽക്ക് വെച്ച് റീപ്ലേസ് ചെയ്തു മറ്റേ മിൽക്ക്. കാരണം അത് ചില ദിവസം എനിക്ക് പറ്റാറില്ല മിൽക്ക് കുടിച്ചു കഴിഞ്ഞാൽ ഒത്തിരി. അതുകൊണ്ട് ഇറ്റ് വാസ് നൈസ്. അത്ര സ്വീറ്റ് ആയിരുന്നില്ല ആക്ച്വലി. ഇറ്റ് വാസ് നൈസ്. മഴയും ഒടുക്കത്തെ തണുപ്പും. അങ്ങനെ മഴയത്ത് നനഞ്ഞു കുളിച്ച് ഞാൻ വീടെത്തി. നല്ല തണുപ്പാണ്. പക്ഷേ ഓൺലി പ്രശ്നം ഇവിടെ മുഴുവനും ഗാർബേജ് മിക്സ് ചെയ്തിട്ടുള്ള വെള്ളമല്ലേ, അതിൻ്റെ മണം വരും. അതാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തത്. അല്ലെങ്കിൽ ഇവിടെ നടക്കാൻ നല്ല സുഖമായിട്ട് നല്ല ക്ലൈമറ്റായിട്ട് നടക്കാൻ. സ്ഥിരമായി ഞാൻ വീട്ടിൽ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. മൈ 2 little friends, my little bums. ഇങ്ങനത്തെ സ്നേഹമുള്ളവരൊന്നുമല്ല, അടുപ്പിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷേ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ അടുത്തടുത്തിരിക്കും. കേട്ടോ, അവർക്ക് ഇപ്പോഴേ ദേഷ്യം വന്നു തുടങ്ങി. ബാംഗ്ലൂർ ഉണ്ടാകുന്നൊരു ഫിനോമിനനാണോ എനിക്കറിഞ്ഞൂടാ. മഴ പെയ്തേ ഉള്ളൂ, അപ്പോഴേക്കും വെയിൽ വന്നു. പക്ഷേ ക്ലൗഡ്സ് കണ്ടാൽ മിക്കവാറും ഇനി മഴ പെയ്യും. ബട്ട് കാണാൻ ഭയങ്കര രസമാണ്. ക്ലൗഡ്സാണ്. ഈ ബാൽക്കണിയിൽ നിന്നൊക്കെ ക്ലൗഡ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പെട്ടെന്ന് ഈ മഴയുടെ ഇതെല്ലാം തീരുമ്പം ക്ലൗഡ്സ് ഭയങ്കര ക്ലിയർ ആവും. അപ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇന്ന് വരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എനിക്ക് സാധ്യതയില്ല, കാരണം ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഇങ്ങനെ റെയിനിക്കാൻ. ഹിന്ദി എന്നാ വേണം? ചിക്കിക്ക് എന്നാ വേണം? പറയാൻ വന്നേക്കുവാ. എന്താ പാല് വേണം അവൾക്ക് പാല് ലഡി. അങ്ങനെ തിരിച്ച് വീടെത്തി. ഇന്ന് ഇത്രേ ഉള്ളൂ വ്ളോഗ്. കാര്യമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് കഴിയുമ്പം ഇപ്പോൾ അറൗണ്ട് 2 o'clock ആയി. 4 മണിയാകുമ്പോൾ തമ്മനെ വിളിച്ചുകൊണ്ട് വരും. 4:30 ആകുമ്പം
പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ വ്ളോഗും ചെയ്യാൻ യാതൊരു സമയമില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ടുമോറോ.